ഇഡിയും വിഡിയും മോഡിയും പിന്നെ പിണറായി വിജയൻ എന്താ സംഭവം? ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടന്നു. ഇ ഡി റെയ്ഡ് എന്നാൽ ചോറ് തിന്നുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും എന്താണ് സംഭവം എന്നത്. ഇന്ന് നടക്കുന്ന ഇ ഡി റെയ്ഡുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കാൻ മിനിമം ബുദ്ധി ഉണ്ടായാൽ മതി. ഇനി ഇതെന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കത്തിൽ ഒന്ന് കാര്യങ്ങൾ പറയാം. വീണ വിജയന്റെ ഒരു IT കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ്, ആ കമ്പനിക്ക് 2018-2019 കാലത്ത് CMRL എന്ന ഒരു സ്വകാര്യ കമ്പനി ഏകദേശം 1.7 കോടി മുതൽ 2.7 കോടി വരെ മന്ത്ലി പേയ്മെന്റ് നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. പക്ഷേ അതിന് തക്കതായിട്ടുള്ള എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സേവനം ഇതുവരെയായിട്ടും CMRL കൊടുത്തിട്ടില്ല. പക്ഷെ പണം കൊടുത്തതിനും വാങ്ങിയതിനുമുള്ള എല്ലാ രേഖകളുമുണ്ട്. അതിനാൽ ഇത് കൺസൾട്ടൻസി പേയ്മെന്റ് എന്ന പേരിൽ നൽകിയ അനധികൃത പണമാണെന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നോട്ട് ദി പോയിന്റ്, വീണ വിജയൻ ഇതുവരെ ഒരു കുറ്റക്കാരിയാണെന്നുള്ള ഒരു തെളിവ് പോലും ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഇ ഡി എന്തിന് ഈ കേസിൽ ഇറങ്ങി? ഇ ഡി സാധാരണയായിട്ട് മണി ലോണ്ടറിംഗ് ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അവരുടെ സംശയം ഇത് അനധികൃത പണമാണോ, അത് വെളുപ്പിച്ചോ, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ, ഇതൊക്കെയാണ് ഇ ഡി നോക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇ ഡി ഈ കേസ് ഏറ്റെടുത്തത്. ഇ ഡി കേസെടുത്തിനാൽ ഈ CMRL ഹൈക്കോർട്ടിൽ, കേരള ഹൈക്കോർട്ടിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇനി അങ്ങോട്ട് ഇ ഡി അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെറ്റീഷൻ. ഇന്നലെ മെയ് 26, 2026 കേരള ഹൈക്കോടതി CMRLന്റെ ആ പെറ്റീഷൻ തള്ളുന്നു. ഇ ഡി അന്വേഷണം തുടരാം എന്ന് അനുവാദവും നൽകി. അതിന്റെ പിന്നാലെ മെയ് 27, 2026 രാവിലെ 6 മണി മുതൽ പിണറായി വിജയന്റെ വീടടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിലും, അതുപോലെ തന്നെ വീണ വിജയന്റെ വീട്ടിലും, മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും, തിരുവനന്തപുരത്തുള്ള വീട്ടിലും, ഇതുപോലെ തന്നെ 12 സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നു. ഇതാണ് ഈ സംഭവത്തെ കുറിച്ചുള്ള ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ. ഇതുവരെ നടന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ റെയ്ഡിന്റെ കാര്യം എന്താണ്? CPM പ്രവർത്തകർ ഇത്രയധികം പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള കാരണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി അന്വേഷണം വന്നപ്പോൾ അതിൽ പാർട്ടി ഇടപെട്ടിട്ടില്ല എന്നൊരു വാർത്ത. അതുപോലെ തന്നെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഈ സംഭവത്തിനുള്ള പ്രതികരണം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നമുക്ക് ആ പിണറായി വിജയന്റെ ആ വാർത്താ സമ്മേളനം ഒന്ന് നോക്കാം. ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന് അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം. അപ്പോൾ ഇതിൽ പിണറായി വിജയൻ പറയുന്നത് അത് അവരുടെ കുടുംബക്കാർ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേസിൽ ബിനീഷ് കോടിയേരിയാണ് പ്രതിസ്ഥാനത്തുള്ളത്, അല്ലാതെ കോടിയേരിയല്ല. അതുപോലെ തന്നെ ഈ കേസിലും പ്രതിസ്ഥാനത്തുള്ളത് വീണ വിജയനാണ്. അതുപോലെ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് പോലും ഇല്ല. അപ്പൊ രണ്ട് കേസിന്റെ സ്വഭാവം, ബിനീഷ് കോടിയേരിന്റെ കേസിൽ കോടിയേരി പ്രതിസ്ഥാനത്തില്ല, വീണ വിജയന്റെ കേസിൽ പിണറായി വിജയൻ പ്രതിസ്ഥാനത്തില്ല. അപ്പോൾ പ്രതിസ്ഥാനത്തില്ലാത്ത ഒരാളെ എന്തിന് 8 മണിക്കൂറോളം അടച്ചിട്ട് ചോദ്യം ചെയ്തു? ആ സമയത്ത് ബിനീഷ് കോടിയേരിക്കുള്ള കേസിൽ കോടിയേരി ബാലകൃഷ്ണനെ ഇതുപോലെ വീടിനുള്ളിൽ അടച്ചിട്ടായിരുന്നു? ഇല്ല. അതുകൊണ്ടാണ് പാർട്ടി ഇടപെടാതിരുന്നത്. പക്ഷെ ഈ കേസ് വരുമ്പോൾ പിണറായി വിജയനെ അടക്കം 8 മണിക്കൂറോളം വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വീണ വിജയനെ മുൻനിർത്തി പിണറായി വിജയനെ തകർക്കാനുള്ള പരിപാടിയാണ്. ഈ കേസിൽ പിണറായി വിജയനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോഴും ആ സംഭവം കേരള ഹൈക്കോടതി റദ്ദാക്കിയതാണ്. പിന്നെ എന്തിനാണ് പിണറായി വിജയനെ 8 മണിക്കൂറോളം ഇ ഡി കസ്റ്റഡിയിൽ അടച്ചിട്ടത്? ഇതാണ് പ്രശ്നം. ഇതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഇത്രയധികം പ്രതികരിച്ചത്. ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി വന്നപ്പോഴും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതേ CPM പ്രവർത്തകർ, ഇതേ CPM നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ഇ ഡി രാഷ്ട്രീയ പ്രേരിതമാണോ എന്നതാണ് ചോദ്യം. അതെ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം 2004 മുതൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നിരവധി ഇ ഡി കേസുകൾ ആണ് ഉണ്ടായത്. ഏകദേശം 2500% വർധനമാണ് ഇ ഡി കേസുകളിൽ ഉണ്ടായത്.
അതിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 125-ൽ 111 പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെയാണ്. അതിൽ 111-ൽ 2 പേരെ മാത്രമാണ് ഇതുവരെ ആയിട്ടും ശിക്ഷിച്ചിട്ടുള്ളത്. 5422 ED കേസുകളിൽ ആകെ ശിക്ഷിച്ചിട്ടുള്ളത് 23 കേസുകൾ മാത്രമാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അന്വേഷണങ്ങളാണ് നേതാക്കളെ ശിക്ഷിക്കുന്നത്. ഈ ED റെയ്ഡോടെ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് നടന്നത് എന്താണ്? ഇനി നടക്കാൻ പോകുന്നത് എന്താണ്? കാറിലിരുന്ന് അന്തം കമ്മി എന്ന് വിളിച്ചവർ ഒന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ റെയ്ഡോടുകൂടി CPM-ന്റെ കീഴ്ഘടകത്തിൽ ഉള്ളവർ, പിണറായി വിജയൻ വേണ്ട എന്ന് പറഞ്ഞവർ വരെ ഇന്ന് പിണറായി വിജയനെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സത്യസന്ധമായിട്ട് മനസാക്ഷിയോടെ നിനക്കൊക്കെ പറയാൻ സാധിക്കോ ഇത് പിണറായി വിജയനെതിരെയുള്ള ഒളിയമ്പല്ല എന്നുള്ളത്? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ശശികരൻ കർത്തിയുടെ ഡയറികളിൽ ചില പേരുകൾ കൂടിയുണ്ട്. അതിലൊന്ന് OC ആണ്, ഉമ്മൻചാണ്ടി, വേറൊന്ന് RC ആണ്, രമേശ് ചെന്നിത്തല, പിന്നൊന്ന് KK ആണ്, കുഞ്ഞാലിക്കുട്ടി, പിന്നെ A ഗോവിന്ദൻ, അങ്ങനെയുള്ള കുറെ ആൾക്കാർ. ഇവരെയൊക്കെ വിട്ടിട്ട് പിണറായി വിജയനെതിരെ ED വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോറ് തിന്നുന്ന ഏത് മലയാളികൾക്കും മനസ്സിലാവും. പിന്നെ ഇതിനെ കൂടുതൽ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയന്റെ കമ്പനിക്ക് CMRF പണം കൊടുത്തത് എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്. GST അടിച്ചിട്ടുണ്ട്, IGST അടച്ചിട്ടുണ്ട്. എല്ലാ ടാക്സും കിട്ടിയതിനു ശേഷമാണ് CMRF വീണ വിജയന്റെ കമ്പനിക്ക് കാശ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി. അത് വീണ വിജയൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയേണ്ട സ്ഥാനത്ത് തന്നെയാണുള്ളത്. എന്തിന് ഈ കാശ് വാങ്ങി? ഈ കാശിന് നിങ്ങൾ കൊടുത്ത സേവനം എന്താണ്? ഇതിന്റെ ഉത്തരം മാത്രമാണ് പറയേണ്ടത്. അല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ വിജയൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം കൃത്യമായിട്ട് ടാക്സ് അടച്ചതിന് ശേഷമാണ് ആ കാശ് വാങ്ങിയത്. പക്ഷേ ഒരു ടാക്സും വാങ്ങാതെ 20,000 രൂപ മാത്രമേ കയ്യിൽ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് ഇൻകം ടാക്സിന്റെ നിയമമുള്ള ഈ കാലത്ത് ഏകദേശം 40 കോടിയോളം വാങ്ങിയ ചില ആൾക്കാർ ഇപ്പോഴും കേരള മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ഞാൻ CMRFന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് എന്തിനു വാങ്ങി? ആ പണം എവിടെ? ആ പണത്തിന്റെ ടാക്സ് അടച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോ ഇത് രാഷ്ട്രീയ പേരൊന്നുമല്ല, കണ്ട അന്തംഗമ്മികൾക്ക് തലച്ചോറില്ല, വെറും പൊതിച്ചോറാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് വീണ വിജയനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ആ കേസിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വീണ വിജയൻക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് പിണറായി വിജയനെതിരെയാകുമ്പോൾ കളി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോ എന്താ സംഭവിച്ചത്? ഉറങ്ങിക്കിടന്ന CPM പ്രവർത്തകർക്ക് വീണ്ടും ഊർജ്ജസ്വലരായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് CPM-ന്റെ ഉയർത്തെഴുന്നേൽപ്പ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.